നമ്മളിന്ന് പ്ലം കേക്കിലിടാനുള്ള കാൻഡീഡ് ജിഞ്ചറാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതായത് ഇഞ്ചി വിളയിച്ചത്. അപ്പോൾ നമ്മുടെ ഇതിന് ഈ കാൻഡീഡ് ജിഞ്ചർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഇത്ര ഇഞ്ചിയാണ് എടുത്തത്. നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ. കാരണം കേക്കിൽ ഇടാനുള്ളതല്ലേ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത്ര വലിപ്പത്തിലുള്ള കഷ്ണം ആയിട്ട് അത് നമുക്ക് വിളയിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പ്ലം കേക്കിലേക്കുള്ളതായതുകൊണ്ട് ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും നന്നായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല. നല്ല എന്താ പറയുക, നല്ല വൃത്തിയിലും നല്ല ഹൈജീനിക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത്രയും ഇഞ്ചി എടുത്തപ്പോൾ നമുക്ക് 1 കപ്പ് അളവാണ് കിട്ടിയത് അരിഞ്ഞ ഇഞ്ചി. അപ്പോൾ ഈ 1 കപ്പ് ഇഞ്ചിയും പിന്നെ 1 കപ്പ് പഞ്ചസാര, പിന്നെ അതിൽ 1 കപ്പ് വെള്ളം. 1/2 കപ്പ് ഒഴിച്ച് നോക്കിയിട്ട് അത് പോരാ, അപ്പോൾ നമ്മൾ 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് വരുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിടുക. ഇഞ്ചി നന്നായിട്ട് ഷുഗർ സിറപ്പിൽ കിടന്ന് വേവട്ടെ, നന്നായിട്ട് മധുരമാവും. ഇത്രയൊക്കെ ഉള്ളൂ പണി, വേറെ ഒന്നുമില്ല. നന്നായി തിളക്കട്ടെ, മീഡിയം ഫ്ലെയിമിൽ അവിടെ കിടന്ന് തിളച്ച് വറ്റി വരട്ടെ കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ പണി. ഇതാണ് നമ്മൾ ഈ കാൻഡീഡ് ജിഞ്ചർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും കഴിക്കുമ്പോൾ നല്ല ഇഞ്ചി മിഠായി പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ മൊത്തം നമുക്കൊരു കേക്കിലേക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, ഒരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കുക. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ എടുത്ത് കഴിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇഞ്ചി മിഠായി കഴിക്കുന്ന പോലെ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് കഴിക്കാം കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് ഇതുണ്ടാക്കിയത്. ഇനി കാൻഡീഡ് ഓറഞ്ച് പീലും ഉണ്ട്, അതും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കേക്കിലിടാൻ വേണ്ടിയിട്ട്. അതേ നന്നായിട്ട് വറ്റി. ഇനി കൂടുതൽ അങ്ങോട്ട് ഇതാവണ്ട, കുറച്ച് വെള്ളം അങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിനി അടുത്ത പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.